മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത് നിസാരമായ പണിയല്ല. അതനുസരിച്ച് അത് ജീവിതത്തിൽ എടുത്ത് ജീവിക്കുക എന്നത് അത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ചില ആളുകൾ മുസ്ലിം നാമധാരികളായ ആളുകൾ പലരും പലവിധങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ പലരും പല ചിന്തയോടെ വർത്തിക്കുന്നവരാണ്. അവരുടെ ആരുടെയും പിന്നാലെ നമ്മൾ പോകുന്നില്ല. പക്ഷേ ശരിയായ രൂപത്തിൽ ഇസ്ലാം എന്ന മഹത്തരമായ നിയമസംഹിതകൾ തെറ്റായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചില ആളുകൾ അവിടുന്ന് രംഗപ്രവേശനം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമീങ്ങൾക്കെതിരെ അവരെ തെറ്റിദ്ധാരണയിൽ പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും? അവരെ വിമർശിക്കപ്പെടും. അതിന് പ്രയാസപ്പെട്ട് കാര്യമില്ല. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ന്യായീകരണത്തിനുള്ള പിഴവുകൾക്കൊക്കെ അവസരം ഉണ്ടാവില്ല. നമ്മൾ നന്നായി ജീവിച്ചു പോകും. അല്ലേ? നമ്മൾ നല്ല രൂപത്തിൽ ജീവിച്ചു പോകും. ഇന്ന് ഓരോ വിഷയം ഇസ്ലാമിൽ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കർമ്മശാസ്ത്രപരമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട അത്യാവശ്യ വിഷയങ്ങളിൽ പോലും ഇന്നത്തെ തലമുറയ്ക്ക് അവിടുന്ന് പഠിക്കാനുള്ള താൽക്കാലികമായ ചെറിയ അറിവുകൾ പോലും നമ്മുടെ മക്കൾക്കില്ല എന്നറിയുമ്പോൾ സങ്കടമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലയിടങ്ങളിലും നടത്തുന്ന തദ്രീസ് നടത്തുന്ന പലരോടും അവരൊക്കെ പറയുന്നത് വലിയ സങ്കടമാണ്. എന്തിനേറെ പറയണം, പ്ലസ് ടുവിലെത്തിയ മക്കൾക്ക് പോലും ദഅവാ കോളേജിലേക്ക് വരുന്ന മക്കള് പ്ലസ് ടു കഴിഞ്ഞ് 2 വിദ്യാഭ്യാസവും പഠിക്കണമെന്ന് പറഞ്ഞു മക്കൾക്ക് ഫാത്തിഹ പോലും ഓതാൻ അറിയൂല എന്ന് സങ്കടം പറയുമ്പോൾ വളരെ വിഷമാണ്. ഇന്ന് തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഷയം. ഞാൻ ആളെ പറയുന്നില്ല, പറയണമെങ്കിൽ പറയാം. പക്ഷേ എന്റെ വിഷയം നിങ്ങൾക്ക് ഞാൻ അതിന്റെ കാര്യം പറയാം. ഇന്ന് തരംഗമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നായ ഹറാമോ ഹലാലോ വിഷയം. ഇന്ന് വരെ വിവാദങ്ങൾക്ക് മുന്നേ നായ ഇസ്ലാമിലെങ്ങനെ എന്ന് ആരെങ്കിലും പഠിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൽ നായയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കൂല. ഇത് അതിനുള്ള മജ്‌ലിസല്ല. എന്നിരുന്നാലും ചെറിയ രൂപത്തിൽ പറഞ്ഞു പോകാം. നായ ഹറാമാണോ? എങ്ങനെയാണ് അത് ഹറാമാകുന്നത്? ഏത് രൂപത്തിലാണ് നായയെ നമ്മൾ സമീപിക്കേണ്ടത്? ആർക്കെങ്കിലും അറിയും? എന്നിട്ട് മനസ്സിൽ തോന്നുന്നത് തന്റെ മനസ്സിൽ കോതക്ക് വാട്ട് എന്ന രൂപത്തിൽ പറയാണ്. ഒരു അവസരം കിട്ടിയാൽ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ വേണ്ടി കരുതിയിരിക്കുന്ന ചില അല്പന്മാരെ തിരിച്ചറിയണം. പബ്ലിസിറ്റിക്ക് വേണ്ടി തന്റെ പബ്ലിക്ക് ആ ഒരു സ്റ്റാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കൂട്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആളുകൾ തോന്നുന്നത് എന്തു പറഞ്ഞാലും എന്ത് ചെയ്യും? അതെന്റെ കുറെ പൊട്ടന്മാര് കേട്ടോളൂ എന്ന ചിന്തയാണ് ചില ആളുകൾക്ക്. ഞാൻ പറയാനുള്ളത് എന്ത് ചെയ്യും? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആ രൂപത്തിൽ പറയും എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പരിഹസിക്കുന്നതിനേറെ പറയണം ഒരുപാട് വിഷയങ്ങളിൽ ഇവിടുന്ന് കൃത്യമായി എന്ത് വിഷയം നോക്കിയാലും കാലത്താണ് ചോദിച്ചു മഴയാത്ത. ഇപ്പോ എന്താണ് ഇസ്ലാമിലെ വീക്ഷണയെ കുറിച്ച് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്ക്. കൃത്യമായി അതിനെ കുറിച്ച് പഠിക്കാൻ കഴിയും.
കൃത്യമായി നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. പക്ഷെ അത് അടിച്ചു കൊടുക്കാൻ കഴിയൂല. എല്ലാവരും ചിറാപ്പുഞ്ചിയും മറ്റേ ഇങ്ങനെയുള്ള പാട്ടിന്റെ പിന്നാലെ പോവാ. അതിട്ട് റീലിടുന്ന തിരക്കിലാണ്. അതൊക്കെ ഇട്ട് റീലിടുന്ന തിരക്കിലാണ്. എടോ, ദീൻ പറയേണ്ടവർ, അത് പഠിച്ചവർ അത് പറയും. അതല്ലാത്തവർ പെണ്ണിന്റെ കൂടെ തുള്ളണോ, പാട്ട് പാടണോ, ചാടണോ, കുത്തണോ, ആ വഴി പോയിക്കോളി. അതിനെ ആരും ഇതുവരെ പരിഹസിക്കാൻ നിൽക്കൂല. കാരണം ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഇത്ര ആളുകൾ നിൽക്കണമെന്നൊരു എവിടെയും എഴുതി വെച്ചിട്ടില്ല. ദീനിലേക്കൊന്ന് വരണേ, ഇതൊന്ന് വിശ്വസിക്കണേ. ഇവിടെ ആള് കുറവാണ് എന്നാരും എവിടെയും എഴുതി വെക്കേണ്ട ഗതികേട് വന്നില്ല. പരിശുദ്ധ ഇസ്ലാം ഇസ്സത്താണോ, ഇസ്സത്താണ്. അതിൽ അല്പന്മാരുടെ ആവശ്യം ഇവിടെയില്ല. ഓരോ കടലിന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? എന്താണ് അതിൽ മാലിന്യം അവിടുന്ന് കിടക്കൂല. ഇത്ര പാരാമാനം പോലെ കിടക്കുന്ന ആ പവിത്രമേറിയ വിശാലമായ കടലിന്റെ അവസ്ഥ, ആ കടലിങ്ങനെ മാലിന്യങ്ങളെ ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കൊണ്ടിതുപോലെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ചില കോപ്പുകുത്തലുകൾ, ചില കോമരങ്ങളെ ഇസ്ലാം ഇങ്ങനെ പിന്തള്ളിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമത്രേ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തിരിച്ചറിയണം. ജീവിക്കുന്ന കാലത്ത് ഇസ്സത്തോടെ ജീവിക്കണം. ഒരിക്കലും എന്നെ കൊണ്ട് ഇസ്ലാമിനൊരു പ്രയാസം വന്നുകൂടാ, ദീനിനൊരു പ്രയാസം വന്നുകൂടാ. നമ്മളെ കൊണ്ടല്ല ഇവിടെ നിലനിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് വന്നോട്ടെ, വരാതിരിക്കട്ടെ, എന്ത് തന്നെയായാലും അല്ലാഹുവിന്റെ ദീനിനൊരു പ്രശ്നവും വരാനില്ല. അള്ളാന്റെ ദീനിന് ഒരു പ്രശ്നവും വരാനില്ല. നായെക്കുറിച്ച് ഇസ്ലാമിന്റെ വീക്ഷണമെന്താ? മുഅ്മിനീങ്ങളെ, അതിന്റെ നാവിൽ നിന്നൊരു ദ്രാവകം പോലെ, അതായത് നീര്, അത് നമുക്ക് പറ്റൂല. അത് നജസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് കരുതിയിട്ട് അതിനുകൂടാ, അതിനെ പിടിച്ചുകൂടാ എന്ന് പറയാൻ കഴിയൂല. ആവശ്യമെങ്കിൽ അതിനെ വളർത്താത്ത സുരക്ഷയ്ക്ക് വേണ്ടി അതേപോലെ ഇസ്ലാം പറയുന്ന ഒരുപാട് മാനദണ്ഡങ്ങളിലൂടെ അതിനെ വളർത്താൻ കഴിയുമല്ലോ. അതിനെ താലോലിച്ച് കിടക്കുന്ന ഇടത്ത് എല്ലാ നിലക്കും എല്ലാത്തിലും പെറ്റായി കൊണ്ട് നടക്കണം. നിസ്കരിക്കുന്ന ഇടത്ത് എല്ലായിടത്തും അതിനെ കൂട്ടാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അവിടുന്ന് കൃത്യമായി നിലപാട് പറയുമ്പോ അതിനെ പഠിക്കാനും ശ്രമിക്കാതെ കേവലം മറവുകേട് മനസ്സിൽ വെച്ച് ആലിമീങ്ങളെ പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ പറയുന്ന പുതുതലമുറ അതിനെ അവിടുന്ന് ഫാൻസ് എന്ന് പറയുന്ന ചില അല്പന്മാര്, അന്ധത ബാധിച്ച ചില ആളുകൾ, ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട്. അറിയുമ്പോൾ ലജ്ജ തോന്നുകയാണ്. തിരിച്ചറിയണേ, കാലഘട്ടം അവിടുന്ന് തെറ്റിലൂടെ വഴിമാറി സഞ്ചരിക്കുകയാണ്. നന്മ തിരിച്ചറിയാൻ ആരും ശ്രമിക്കുന്നില്ല. തെറ്റുതിരുത്തി പറയുന്ന ഉലമാവിനെ തെറ്റുതിരുത്തി പറഞ്ഞു ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു അവിടുന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ വൃത്തികേടുകളിലായി ഒരുപാട് വൃത്തികേടും തെറിവിളികളുമായി ആലിമീങ്ങളെ പച്ചയ്ക്ക് വൃത്തികേടുകൾ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ അപമതിക്കുന്ന വൃത്തികേടുകൾ പറയുന്ന തരത്തിലേക്ക് സഹോദരങ്ങളോ സഹോദരിമാര് കടന്നു വരുന്നെങ്കിലും എന്റെ വിശ്വാസികളായ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം താൽക്കാലികമാണ്. ഈ ദുനിയാവ് ഒരുപാട് കാലത്തേക്ക് വിടുന്നു ജീവിക്കാനുള്ള ഇടമല്ല, നശ്വരമാണ്. الدنيا إلا متاع الغرور.
ഈ ദുനിയാവ് നശ്വരമാണ്. ഈ ദുനിയാവ് ചതിയുടെയും വഞ്ചനയുടെയും പാണ്ഡക്കെട്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിച്ചതുപോലെ മോനെ ഇതിൽ നിന്ന് വേണ്ടതേ നീ എടുക്കാവൂ. ഒരുപാട് ഉണ്ടാവാം. കള്ളുണ്ട്, പെണ്ണുണ്ട്, വൃത്തികേടുകളുണ്ട്, ഒരുപാട് ഹീന പ്രവർത്തികളുണ്ട്, ഒരുപാട് പ്രവർത്തികളുമുണ്ട്. തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണോ? സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണോ? മോനെ നിനക്കിവിടെ രക്ഷയുണ്ട്, നന്മയുണ്ട്, രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. നേരെ മറിച്ച് നിനക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞ് പാടണ്ടേ, വെയിലിടണ്ടേ, നിക്കാബൂട്ട് പറയാതിരിക്കാൻ വയ്യ. ചില നിക്കാബൂട്ട്, ഹിജാബിനോട് ഇഷ്ടം, മദീനയോട് പ്രണയം എന്നൊക്കെ പറഞ്ഞ് ചില സഹോദരിമാര് എവിടുന്ന് ഇറങ്ങി വന്നോടോ. ഇത് പറയും എന്റെ കമന്റിൽ വന്നിട്ട് തെറി വിളിക്കും. എനിക്കൊരു ചുക്കൂല്ല. കൊറേ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ ഇറങ്ങിയ പറയാതിരിക്കാൻ കഴിയൂല. ഇൻസ്റ്റഗ്രാമിലും ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നു എന്ന് കരുതി ഇപ്പൊ വരും. ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയോ? ഇന്റർനെറ്റ് ഹറാമല്ലേ? എടാ, ഇന്റർനെറ്റ് ഹറാമായ ഒരു സമയമുണ്ട്. മുഴുവൻ സമയവും സിനിമയും ഹറാമുകളും മാത്രം ഉണ്ടായിരുന്ന സമയമുണ്ട്. ഇന്നിവിടെ ഒരുപാട് ഹലാലുകളുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയും. ഇന്റർനെറ്റ് എങ്ങനെയാണ് ഹറാമാവുന്നത്? അത് ഫോണിൽ തൊട്ടാവുന്നു പറയും. യുക്തിയില്ലാത്ത രൂപത്തിൽ പ്രതികരിക്കരുതോ. എപ്പോഴും ബുദ്ധിയുള്ള രൂപത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ മൃഗങ്ങളെ പോലെ ആകരുത്. ഉത്തരം കൊഞ്ഞുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകരുത്. മൈക്ക് പിടിച്ച് സോഷ്യൽ എക്സ്പെരിമെന്റോ എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ചില ആളുകൾ വ്ളോഗേഴ്സ് നമ്മുടെ അടുത്ത് വരും. കുട്ടികളോട് ചോദിക്കും പുതുകാലത്ത് ലൈംഗികമായ വിഷയങ്ങളെ കുറിച്ച്, പുതുകാലത്ത് ലൈഫ് പാർട്ട്ണറെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മറുപടി കേൾക്കുമ്പോ നമ്മൾ ഇളിച്ചു പോവുകയാണ്. എന്റെ പൊന്നെ, ഈ കുഞ്ഞെന്തായി പറയുന്നത്? 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുമ്പോ കുട്ടി പറയുന്ന കേട്ടാല് ഈ ഉമ്മമാരും പ്രായമുള്ളവരായ തലയിൽ കൈവെക്കും. ഒരു ഉളുപ്പില്ല പറയാം. ഞാന് ഇന്നലെ ഒരു വീഡിയോ ഒരു കുട്ടി പറയാ അത് മറ്റുള്ളവർ ഓടിച്ച വണ്ടി ഞാൻ ഓടിക്കൂല, നെക്സ്റ്റ് വേറെ വണ്ടി നോക്കാണ്. ഈ പറഞ്ഞത് ചെറിയൊരു ബാക്കി നിങ്ങൾ ഊഹിച്ചോളി. എന്താ ചെയ്യാ? ചെറിയ കുട്ടി പറയുന്ന വർത്താനം. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. എന്റെ അടുത്ത് എത്തിയ ഒരുപാട് വിഷയങ്ങൾ അതിൽ 90% എന്ത് വിഷയമാണ്? 90% അതെ, മോൾ ഇറങ്ങിപ്പോയി. അതിനെ തിരിച്ചു കിട്ടണം. എന്താ ചെയ്യേണ്ടത്? ഉസ്താദ് എന്ത് പറഞ്ഞാലും ചെയ്യാം. എന്താ നമുക്ക് പറയേണ്ടത്? നല്ലൊരു അടി കൊടുക്കാൻ പറയാൻ പറ്റുമോ? ദുആ ചെയ്യലല്ലേ പറ്റൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പെണ്ണ് ഇറങ്ങിപ്പോയിട്ട് കള്ളു കുടിപ്പിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വന്നില്ലേ? ഇപ്പൊ പെണ്ണിനെ വിദേശത്ത് കൊണ്ടുപോയില്ലേ? എന്തിനാ നാട്ടുകാരുടെ ഇടയിൽ നിർത്തിയത്? നാണക്കേട്. പണ്ടൊക്കെയായിരുന്നു ഒളിച്ചോടിയാലും നാണക്കേട്. ഒളിച്ചോടിയാൽ പിറ്റേന്ന് അടുത്ത 2 ദിവസം കഴിഞ്ഞുള്ള കല്യാണത്തിന് തരും. നല്ല പോലെ പുതിയ പെണ്ണിനെക്കാട്ടി ഒരുങ്ങി അടിച്ചോർത്തി വരും. ഒരു നാണം ഉണ്ടാവൂല. കാലം മാറി. തെറ്റ് ചെയ്യാൻ പഠിച്ചിരുന്ന കാലം തെറ്റിന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഇത് പറയുമ്പോ ഉസ്താദ് ശരിയല്ല, 6ാം നൂറ്റാണ്ടിലെ ബസ് കിട്ടാത്ത ആള് രൂപത്തിൽ പറയും. നമ്മളൊക്കെ തെറ്റ് ചെയ്തു പോയവരാ. ഇതൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തിരിച്ചറിയാം. ഹിജാബ് ഇട്ടു എന്ന് പറഞ്ഞ് എല്ലാം ആവൂല. ഹിജാബ് എന്ന് പറയുമ്പോൾ വൃത്തികേടുകൾ മറയ്ക്കാനുള്ള മറ മാത്രമല്ല, ഒരുപാട് വേലിചാട്ടങ്ങൾ ഇതിനൊക്കെയും ഹിജാബ് മറയാക്കുന്നുണ്ട്. അള്ളാനെ പേടിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കൽ മാത്രമായിരുന്ന ഇടത്ത് ഇന്ന് ഒരുപാട് ആളുകളെ പറ്റിക്കാനുള്ള ഒരു കാര്യമായി മാറി. ഹിജാബ് ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമില് ചിറാപ്പുഞ്ചിയും അത് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടായിരുന്നു. ഇനിയിപ്പോ അത് കേട്ട് വലിയൊരു സിനിമ പോയി എന്ന് പറയണ്ട. അതുപോലെ
പാട്ടുകളും ഇതുപോലുള്ള റീലിട്ടിട്ട് മ്യൂസിക് ഇട്ടിട്ട് വലിയ കാലിക്കുളാത്തുകളായി ഹിജാബ് തലപ്പാവിനോട് പ്രണയം മദീനയോട് പ്രണയം ഇന്നടത്തോട്ട് പ്രണയം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വരുന്നു. ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, കൃത്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ഗമിക്കണോ. എന്റെ ഉസ്താദുമാര് പേര് പറഞ്ഞ് വിമർശിക്കാം. വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ വിമർശിക്കണം. ഒരിക്കലും അയാളെ പേരെടുത്ത് പറയണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം സാഹചര്യം വെച്ച് ബോധ്യപ്പെട്ടില്ലേ? അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് അല്ലാഹു ആ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കാനുള്ള അവസരം വേണം. അതല്ലെങ്കിൽ പോടോ, ഒരു കുഴപ്പമില്ല. ഇവിടെ ദീനുൽ ഇസ്ലാമിനെ കൊണ്ട് ഒന്നും നേടാനില്ല. നീ ദീനനുസരിച്ച് നിനക്ക് വേണമെങ്കിൽ അതിനെ പിൻപറ്റി ജീവിക്കാം. അതല്ലെങ്കിൽ നിനക്ക് അടിച്ചു പൊളിക്കാം. ഈ പണ്ട് പള്ളിയിലേക്ക് ഒരു ചങ്ങായി വന്നപ്പോ സുബഹി ഖളാ ചെയ്തു പെരുന്നാൾ നിസ്കരിക്കാൻ വന്നു. അപ്പോ ഇമാമ വെച്ചു സുബഹി നിസ്കരിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. എടാ തലേ കെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ചങ്ങായി? ഊരിട്ട് തലേ മുണ്ടെടുക്ക് ചങ്ങായി ആ തലേ കെട്ടൂരിട്ട് ചങ്ങായി തലമുറക്കല് സുന്നത്തോട് എന്ന് കരുതിയിട്ട് എന്തെയ്യും ചില ആളുകൾ മുണ്ടൂരി തലേ കെട്ടും. സുന്നത്തെടുത്തു എന്ന് പറയുന്ന അവസ്ഥയിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊക്കെ ഈ രൂപത്തിലാണ് ജീവിക്കുന്നത്. ഈ പറയുന്നത് ഞാനോ നമ്മളൊക്കെ ഇങ്ങനല്ലേ? അപ്പൊ ഇത് മാറാനല്ലേ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഉമ്മമാരൊക്കെ നല്ല സൂക്ഷ്മതയുള്ളവരല്ലേ? നല്ല സൂക്ഷ്മതയുള്ളവരാ. പക്ഷേ മക്കളെങ്ങനെ നിങ്ങൾക്ക് അറിയും? തുള്ളിച്ചാടി ടൈറ്റ് ഫിറ്റ് പുതിയ മോഡേൺ ഏതൊക്കെ രൂപത്തിലാണ് ഡ്രസ് വസ്ത്രധാരണങ്ങൾ. ഇത് പറയുമ്പോൾ എന്നോട് ഉറപ്പാ. ഞാൻ പർദ്ദ ഇടാനോ നിക്കാബ് ഇടാനോ ഹിജാബ് ഇടാനോ പറയുന്നില്ല. പക്ഷെ ഔറത്ത് മറച്ച് നടക്കണം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. മുൻകാലത്ത് ജാഹിലിയ കാലത്ത് ഒരുപാട് സ്ത്രീകൾ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടതുപോലെ, അതായത് ലജ്ജയില്ലാത്ത അവസ്ഥയിൽ പറഞ്ഞതിന്റെ സാരം ലജ്ജയില്ലാതെ നടക്കില്ല. ലജ്ജയില്ലാതെ നടന്നു പോകില്ല. മറ്റുള്ള കാലത്ത് ജാഹിലിയ കാലത്ത് എങ്ങനെയാണോ അങ്ങനെയൊന്നും മുഅ്മിനീങ്ങളെ നടന്നു പോകില്ല. ഇത് പറയുമ്പോ പെണ്ണുങ്ങൾ അങ്ങാടിയിൽ പോകണ്ട. അതേപോലെ 4 ചുമരിനുള്ളിൽ കെട്ടിയിടണം. എല്ലാ വീട്ടിലുള്ളവർക്കും വെച്ചുണ്ടാക്കി കൊടുക്കണം. കരിയും പുകയും കൊള്ളണമെന്നാണോ? ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഞാൻ അങ്ങനെ പറയുകയില്ല. സൂക്ഷ്മത വേണമേ. അൽ ഹയാ ലജ്ജ എന്നതൊരു പെണ്ണിന്റെ സൗന്ദര്യമാണ്. ലിപ്സ്റ്റിക് ഇടലാണോ? പുറത്ത് മറക്കാതിരിക്കലാണോ? നിന്റെ ശരീരത്തിന്റെ ഭംഗി അവിടെ എല്ലാവരെയും തുറന്ന് കാട്ടലാണോ ഭംഗി? മനസ്സിലാക്കണേ. ഔറത്ത് മറച്ച് മര്യാദയോടെ ലജ്ജയോടെ അവരോടും ഒരു നാണത്തോടെ പെരുമാറുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ വളരെ അധികം അങ്ങേ അറ്റത്തെ ഉന്നതമായ ഭംഗിയാണ്. ആലോചിച്ച് നോക്കി, ആണുങ്ങളെ പോലെ തലയൊക്കെ ചൊറഞ്ഞ് തട്ടൊക്കെ എടുത്ത് എല്ലാം അടിപ്പിടിച്ച് ഡ്രസ് ഇടാ. അങ്ങനല്ലേ ആണുങ്ങൾ ഡ്രസ് ഇടുന്നുണ്ട്, പെണ്ണുങ്ങൾ ആരും ഡ്രസ് ഇടുന്നില്ല. ചില ആളുകൾ എന്താ ഡ്രസ് ഒന്നും ഇടാതെ ഇറങ്ങി വന്നാല് ലക്കാണ്. ഇനി ഉണ്ടാവും വന്ന സാഹചര്യം പറഞ്ഞുതരാം. ഇനി കുറെ കാലം കഴിയുമ്പോൾ ഉണ്ടാവും പോകുന്ന സാഹചര്യം പറയാം. ഈ ഭാര്യയിൽ നിന്ന്
ദാമ്പത്തിക ജീവിതത്തിൽ ഇസ്ലാമിന്റെ ആ പവിത്രത നമ്മൾ മനസ്സിലാക്കണം. ദാമ്പത്തിക ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് അതായത് രഹസ്യമായി അപ്പൊ അതിനൊരു ആകാംക്ഷ ഉണ്ടാവുക. ഈ ചങ്ങായി ഇപ്പൊ ചില ഈ ദാമ്പത്തിക വിഷയത്തിലെ വിഷയം വരുമ്പോ ഭർത്താവിന് താല്പര്യമില്ല, ഭാര്യക്ക് താല്പര്യമില്ല. എന്തേ ഇതിപ്പോ അങ്ങാടി ഇറങ്ങി ഇതന്നല്ലേ കാണുന്നത്. പിന്നെ എങ്ങനെ താല്പര്യം വരും? എടാ മറക്കേണ്ടത് മറക്കണം, ടിസ്റ്റ് ആകേണ്ടത് ചിലത് തുറന്ന് പറയാതിരിക്കാൻ കഴിയൂല. എടാ മറക്കേണ്ടത് മറച്ചാലല്ലേ അത് തുറക്കുന്ന സമയത്ത് അതിനൊരു ആകാംക്ഷ ഉണ്ടാവും. ഗൾഫിൽ നിന്ന് വരുമ്പോ കണ്ണാടിപ്പെട്ടിയിൽ മുട്ടായി എല്ലാം ഇങ്ങനെ ലൈവ് കാണിച്ചോണ്ട് വന്ന ആർക്കെങ്കിലും അതിൽ കൗതുകം ഉണ്ടാവും. എല്ലാം മറച്ച് വീട്ടിലൊക്കെ എനിക്ക് ലാപ്ടോപ്പ്, എനിക്ക് ഫോണ്, എനിക്ക് കളിപ്പാട്ടം, എനിക്ക് കാറ്, എനിക്ക് JCB എല്ലാം കാണുമ്പോ കുട്ടിക്ക് ഒരു ആകാംക്ഷയാണ് അല്ലേ? ഇത് എല്ലാം അവിടത്തെ കണ്ട് വൃത്തികേടുകൾ കണ്ട് നമുക്കതിനോടുള്ള ഒരു താല്പര്യം വിട്ടുപോയി. ഭാര്യനെ കാണുമ്പോ തോന്നൂല. തോന്നുന്നു. കാരണം എങ്ങനെ തോന്നും? അന്യ പെണ്ണുങ്ങളെ ഓരോ വെറൈറ്റീസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ. എങ്ങനെ കാണാൻ പറ്റും? എന്തോ തോന്നും. കാത്തുരക്ഷിക്കട്ടെ. ചില പെണ്ണുങ്ങളെന്തെയും മർജാൻ കുടുംബത്തിലുള്ളവരല്ല. ചില ആളുകള് ഭർത്താവ് വരുമ്പോ മുഷിഞ്ഞ വസ്ത്രം പുറത്തേക്ക് കല്യാണത്തിന് പോയ എന്റെ പൊന്നെ പുതിയ ഇന്നത്തെ കല്യാണം അങ്ങനല്ലേ? ഇന്ന് കല്യാണത്തിന് പോയാലും എന്താ പുതിയ ചോദിക്കും ഏതാ പുതിയ? കാരണം എത്ര എണ്ണം ഉണ്ടാവോ ഒരുങ്ങി കെട്ടി അല്ലേ? അതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിലേക്ക് തന്നെ പോലില്ല. കല്യാണങ്ങൾ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഒരിറ്റ് ഭക്ഷണം കഴിക്കണമെങ്കിൽ എവിടെ എന്ത് ചെയ്യണം? മ്യാൻമറും ഗസയൊക്കെ ഓർമ്മ വരും. ഒരിച്ചിരി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഗസയിലെ അവസ്ഥയാണ്. ആരെയൊക്കെ ഇടിക്കണം, ആരെയൊക്കെ കൊടുക്കണം. നമ്മള് പറയും എന്ത് ചെയ്യും? എപ്പോ വേണ്ട ഭക്ഷണത്തിനോടുള്ള വിരോധമല്ല. പൊതുവെ എന്നെ സംബന്ധിച്ച് എന്നെ അറിയാവുന്ന ഉമ്മമാർക്ക് അറിയാലേ, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെക്കലുണ്ട് പല ഉമ്മമാരും. എനിക്ക് കഴിക്കണം, പക്ഷെ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. അതിനപ്പുറം എന്താണെന്നറിയില്ല, പറ്റൂല. ചില ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില ഭക്ഷണങ്ങൾ കഴിക്കും എന്നല്ലാതെ എല്ലാം കഴിക്കാൻ പറ്റൂല. അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞത് ആ രൂപത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അരങ്ങി പോവല്ലേ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആരെയും കുറ്റം പറഞ്ഞതല്ല. നമ്മൾ ജീവിക്കേണ്ട ഇടത്ത് നമ്മൾ അശ്രദ്ധമായി പോകും. നമ്മൾ ചില ആളുകൾ കരുതും ചില കാര്യങ്ങൾ അങ്ങനല്ലേ. ഓരോ വിഷയങ്ങൾ എല്ലാം കൂടെ ഇവിടെ പറഞ്ഞു തീർക്കുന്നില്ല. ഓരോ വിഷയങ്ങൾ കൃത്യത വരുത്തി നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ സംശയം ഉണ്ടാവട്ടെ, ആവാതിരിക്കട്ടെ. എന്തൊരു വിഷയം നിങ്ങൾക്ക് ആ വിഷയം ഒരു നായന്റെ വിഷയാകട്ടെ, ഉസ്താദുമാരോട് ചോദിക്കണം. എന്നോട് ചോദിക്കണമെന്നില്ല. ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ടാവും. സംശയങ്ങൾ എന്നോട് ചോദിക്കാം. വാട്സാപ്പിൽ എഴുതിയിടാം. ഇന്നതുപോലെ എനിക്ക് സംശയമുണ്ട്, എന്താണ് ഇതിന്റെ പ്രതിവിധി നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞുതരൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റൂല. ചിലപ്പോ നോക്കേണ്ടി വരും. ഹദീസിന്റെ മേഖല കണ്ടിന്യൂസ് നിൽക്കുന്ന ആളല്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന നോക്കി പറയേണ്ടി വരും. അപ്പൊ നോക്കാൻ എന്ത് ചെയ്യണം? സമയം തരണം. അതെന്താ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഓർമ്മയിട്ടാത്ത? പിന്നെ ഞാൻ ആ രൂപത്തിൽ നമ്മള് മികവ് പുലർത്തുന്നവരൊന്നുമല്ല. ആ ബന്ധം ഇങ്ങനെ എന്ത് ചെയ്യും? നോക്കിയാ കിട്ടുന്ന രൂപമാണ്. അപ്പൊ എന്ത് ചെയ്യും? നോക്കിത്തരും. ചോദിക്കാതിരിക്കരുത്. അതേപോലെ എന്ത് ചെയ്യണം? നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ്, അതേപോലെ നിങ്ങൾക്ക് സ്വാധീനമുള്ള ആലിമീങ്ങളുണ്ടല്ലോ, അവരോട് ചോദിച്ചോ. ഒരു കുറവും വരില്ല. ചോദിച്ചാല് അവരായാലും നോക്കിയാൽ പറയുന്നത് കൃത്യമായി. എന്തായാലും അതിലുള്ളതല്ലേ പറയൂ. സ്വന്തമായി നമുക്ക് അതിലൊരു അഭിപ്രായം പറയാൻ പറ്റൂല. സ്വന്തമായി ചില ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില വിഷയങ്ങൾ അങ്ങനെ പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, പറയാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. അതുപോലെ
തിരിച്ചറിയേണ്ട ഒരു കാര്യം കൃത്യമായി ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക. ആരെങ്കിലും തുള്ളുന്നവനോ ചാടുന്നവനോ പറയുന്നതല്ല ദീൻ. അടിച്ചു പൊളിക്കുന്ന വൃത്തികേടുകളിലായി ജീവിക്കുന്നവർ പറയുന്നതല്ല ദീൻ. അവർ ദീനുൽ ഇസ്ലാമിന്റെ ചെറിയ ഇളവുകൾ മാത്രം മനസ്സിലാക്കി അതിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ചാടിത്തുള്ളുന്നവരാണ്. അവരെ തിരിച്ചറിഞ്ഞ് അവർ പിന്തുടർന്ന് മുന്നോട്ട് പോകണ്ട. ഫാമിലികൾ ഫാൻസ് അസോസിയേഷൻ തിരിച്ചറിയുക. ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇടപെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്കോ അതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കടന്നു വന്നാൽ അതിന് കൃത്യമായി എന്ത് ചെയ്യും? അതിന് മറുപടി തരിക തന്നെ ചെയ്യും, ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സത്യം മനസ്സിലാക്കി അല്ലാഹുവിനെ ജീവിച്ചു മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ എല്ലാവരെയും അതിനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചെയ്യാൻ പോവുകയാണ്. നല്ല നിയത്തോടെ എല്ലാവരും ആമീൻ പറയാ. കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നല്ല നിയത്തോടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർറഹീമായ മലിക്കുൽ ജബ്ബാറായ ഉടമസ്ഥനായ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ. എല്ലാം പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതം വിജയിപ്പിക്കണേ അല്ലാഹ്. ജീവിതം റാഹത്തിലാക്കണേ അല്ലാഹ്. സന്തോഷിപ്പിക്കണേ അല്ലാഹ്. കടം കൊണ്ട് വലയുന്നവരുണ്ട്, കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. കടങ്ങൾ ഒരുപാടുണ്ട് അല്ലാഹ്. മോചനം അല്ലാഹ് അല്ലാഹ്. വീട്ടാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ലാഹ്. കടക്കണിയിൽ കുടുക്കി കളയല്ലേ അല്ലാഹ്. വേദനയോടെ മടക്കല്ലേ അല്ലാഹ്. ദുഃഖത്തോടെ മടക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, സ്ട്രോക്ക്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, സോഡിയം, മൈഗ്രെയിൻ, അതേപോലെ വാൾവിലും എല്ലിലും മജ്ജയിലും മാംസത്തിലും തൊലിയിലും ഓരോ ഗ്രൂപ്പിലും ഓരോ മടക്കിലും ശരീരത്തിലും ഓരോ അവയവം തലയില്, കണ്ണില്, ചെവിയില്, മൂക്കില്, പല്ലില് അല്ലാഹ് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലുമുള്ള എല്ലാ രോഗങ്ങളും തൊട്ട് ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഒരു മാരകമായ രോഗങ്ങളിലും പെടുത്തി ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ അറിയുന്ന ഒരുപാട് ഇടങ്ങളിൽ പലരും രോഗികളായി തളർന്നു കിടക്കുന്നു. മലമൂത്ര വിസർജന ബെഡിലും അല്ലാഹ് നടക്കുന്ന ഇടത്ത് പോകുന്ന അവസ്ഥയാണ്. പലരും പല മക്കളും പലരും അവിടെ നിന്ന് പറഞ്ഞത് അല്ലാഹ് കിടത്തി കളയില്ല. ഇസ്സത്തോടെ ഈമാൻ കിട്ടി മരിക്കാം അല്ലാഹുവേ. ഈമാൻ കിട്ടി സലാമത്താക്കി നീ മരിപ്പിക്കണേ അല്ലാഹ്. കിടത്തി കളയല്ലേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്ത് ഇസ്സത്ത് വേണം, ജീവിക്കുന്ന കാലത്ത് അഭിമാനം വേണം. ഞങ്ങളെ ഒരാൾക്കും നീ ബുദ്ധിമുട്ടാക്കി നൽകല്ല. ഞങ്ങളുടെ ഭാര്യമാർക്കോ ഞങ്ങളുടെ മക്കൾക്കോ അല്ലാഹ് ഞങ്ങളൊരു ഭാരമാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഭാരമാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഭാരമാക്കല്ലേ അല്ലാഹ്. നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. നിന്റെ തഅത്തിലായുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ജീവിക്കുന്നോടെ ജീവിക്കണം, അഭിമാനത്തോടെ ജീവിക്കണം അല്ലാഹുവേ. സമ്പത്ത് ഞങ്ങൾക്ക് വേണം, കടങ്ങൾ വീടി കിട്ടണം, പ്രയാസങ്ങൾ മാറണം, ഇസ്സത്തോടെയുള്ള ഇടം വേണം. ഞങ്ങൾക്ക് കൊതിയുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് കൊതിയുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് കൊതിയുണ്ട് റബ്ബേ. നീ തൗഫീഖ്
തരണേ അല്ലാഹ് ഈ വേദനകളിൽ നിന്ന് പരിഹാരം തരണേ അല്ലാഹ് ജീവിതങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാഹ് തെറ്റിലായി ഞങ്ങളെ ജീവിപ്പിക്കല്ല അല്ലാഹ് സങ്കടത്തിലാണ് ഈ പരിശുദ്ധമായ പ്രഭാത സമയം അല്ലാഹ് നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന സമയമാണ് നീ വിജയിപ്പിക്കണേ അല്ലാഹ് നീ റാഹത്തിലാക്കണേ അല്ലാഹ് നീ സന്തോഷിപ്പിച്ചു തരണേ അല്ലാഹ് നീ വിജയിപ്പിക്കണേ അല്ലാഹ് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സാധുക്കളുണ്ട് അല്ലാഹുവേ അവരുടെ മനസ്സിലുള്ള മുറാദുകൾ നിനക്കറിയുമല്ലോ നീ ഹാസിലാക്കണേ അല്ലാഹ് ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഒരുപാട് സങ്കടങ്ങൾ തളർച്ച പ്രയാസം എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ സാഹിരികളുടെ സിഹ്റിൽ നിന്ന് ഐനികളുടെ ഐനിൽ നിന്ന് ഹാസിദികളുടെ ഹസദിൽ കായിദീകളുടെ കൈദിൽ നിന്ന് ളാലിമീകളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എല്ലാ സിഹറും നീ ബാത്തിലാക്കണേ അല്ലാഹ് എല്ലാ കണ്ണേറുകളും എല്ലാ നാവേറുകളും എല്ലാം നീ ബാത്തിലാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ് എല്ലാ നിലക്കും ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ അല്ലാഹ് സന്തോഷങ്ങൾ നൽകണേ അല്ലാഹ് ജീവിതത്തിലുടനീളം നീ വിജയം നൽകണേ അല്ലാഹ് ഫതഹ നൽകണേ അല്ലാഹ് ഞങ്ങളെ പരാജയത്തിൽ കൊടുത്തി കളയല്ലേ അല്ലാഹ് ഒരുപാട് തെറ്റു ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് ഹറാമ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ന്യൂനതകളിലായി ജീവിച്ചിട്ടുണ്ട് അല്ലാഹ് നീക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയാണ് നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ബദരീകളുടെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റി തരണേ അല്ലാഹ് നീ മാറ്റി തരണേ അല്ലാഹ് നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ് സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് കബൂൽ ചെയ്യണേ അല്ലാഹ് ഹഖി സയ്യിദിനാ മുസ്തഫ മുഹമ്മദ് ഇജാബത്തുള്ള മജ്ലിസാക്കി നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് പറഞ്ഞതും പറയാത്തതുമായ എല്ലാ വിഷമങ്ങളും നിനക്കറിയുമല്ലോ അല്ലാഹ് എല്ലാ സങ്കടങ്ങളും നിനക്കറിയുമല്ലോ അല്ലാഹ് എല്ലാ വേദനകളും നിനക്കറിയുമല്ലോ അല്ലാഹ് എല്ലാം പരിഹരിച്ചു സ്വീകരിക്കണേ അല്ലാഹ് اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين.